കൂട്ടുകാരെ, മാലയോഗത്തിൻ്റെ 45-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇതെവിടെ കൊണ്ട് അവസാനിപ്പിക്കും എന്നാണിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അവസാനിക്കേണ്ടടുത്ത് തന്നെ അവസാനിച്ചിട്ടുണ്ട്. കഥ ഫുള്ളി റിട്ടൺ ആണ്. ഞാൻ ഓരോന്നായിട്ട് ഓരോ ദിവസങ്ങളിൽ കഴിയും പോലെ കേട്ടോ. പല സമയത്തും എനിക്ക് പറ്റാറില്ല. എന്തൊക്കെയോ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാനിങ്ങനെ നിങ്ങളെ ഓർക്കും, അയ്യോ അവർ കാത്തിരിക്കുന്നുണ്ടാവില്ലേ, കഥ ഇട്ടെടുത്തില്ലെങ്കിൽ സങ്കടമാവില്ലേ എന്നൊക്കെ തോന്നും. അപ്പോൾ പല കണ്ടീഷനിലാണ് കേട്ടോ. ഒരു ദിവസമോ 2 ദിവസമോ അങ്ങനെ കണ്ടില്ലെങ്കിലും നിങ്ങളെന്നെ മറന്നു പോകരുത്. ഞാൻ പറ്റിച്ചിട്ട് പോയി എന്ന് കരുതരുത് കേട്ടോ. ഞാൻ കഥയായിട്ട് ഉടനെ വരും. നിങ്ങളെ ഞാൻ മറക്കില്ല, ഉറപ്പ്. മാലയോഗത്തിലേക്ക് വരാം. ഭരതൻ തന്നെ മുൻകൈ എടുത്തു അസ്ഥിത്തറ നിർമ്മാണത്തിനുള്ള ഏർപ്പാട് ചെയ്തു. ആ വൈകുന്നേരം തന്നെ അതിനുള്ള പണിക്കാർ വന്നു. പണി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പുരുഷന്മാർ 3 ഇലഞ്ഞിത്തറ മഠത്തിൻ്റെ ഉമ്മറത്തിണ്ണയിൽ ഇരുന്നു. സംസാരത്തിൽ കൂടിയപ്പോൾ കവിത അവൾ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം കൊണ്ട് അവർക്കരികിലേക്ക് ചെന്നു. ഉണ്ണിമായ ഒരു ട്രേയിൽ കട്ടൻ കാപ്പി കൂടെ കൊണ്ടുവന്ന് ഉണ്ണിയപ്പം നിറച്ചു വെച്ച പാത്രത്തിനരികിൽ വെച്ചതോടെ കൃഷ്ണനുണ്ണി ഉണ്ണിയപ്പ പാത്രം വിഘ്നേശിന് നേരെ നീട്ടി. അവൻ പുഞ്ചിരിയോടെ അതിൽ നിന്നൊരെണ്ണം എടുത്തു കഴിച്ചു തുടങ്ങി. ഉണ്ണിമായക്കും കൊടുക്ക് കവിതയെ, ഞങ്ങൾ അടുക്കളയിൽ കൂടിക്കോളാം. കവിതയെ നോക്കി ഭരതൻ പറഞ്ഞതും ഉണ്ണിമായുടെ കൈ അവളുടെ തോളിലേക്ക് വലിച്ചിട്ട് ഇരുവരും മുന്നോട്ട് നടന്നു. നീയൊരു ഉണ്ണിയപ്പ കൊതിച്ചിയല്ലേ, നന്നായി കഴിച്ച് ഈ അണ്ണാൻ ചപ്പി മാങ്ങാണ്ടി പോലെയായ മോന്തയൊക്കെ ഒന്ന് മാറ്റാൻ നോക്ക്. കവിത ഉണ്ണിമായുടെ കവിളിൽ നുള്ളി. ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ അകൽച്ചയൊക്കെ മാറും. കാലം അങ്ങനെയാണ്. അപ്പോൾ തന്നെ തമ്മിലൊരു ഇഷ്ടമൊക്കെ വരും. അതോടെ ആ സാറുമായിട്ട് നിങ്ങൾക്കിപ്പോഴുള്ള ഈ അകൽച്ചയുണ്ടല്ലോ, അതിൻ്റെ ദൂരം കുറഞ്ഞു വരും. ഒരിക്കൽ അയാൾ നിന്നെ മനസ്സുകൊണ്ട് അംഗീകരിക്കും, അതുപോലെ അയാൾ നിന്നെയും. കവിത പറയുന്നത് കേട്ട് ഉണ്ണിമായ അവളെ തുറിച്ചു നോക്കി. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ സാറ് ജീവന് തുല്യം സ്നേഹിച്ച പെണ്ണിനെയാ അയാൾക്ക് നഷ്ടപ്പെട്ടത്. ആ സ്ഥാനത്തേക്ക് ക്ഷണിക്കാതെ വന്ന ഒരുത്തിയാ ഞാൻ. എന്നെയാണോ സാറ് ഇനി അംഗീകരിക്കാൻ പോകുന്നത്? അതും എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ. ഉണ്ണിമായ പുച്ഛത്തോടെ മുഖം തിരിച്ച് എഴുന്നേറ്റു. സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി സ്നേഹിച്ച പുരുഷനെ വേണ്ടെന്ന് വെച്ച് കല്യാണ മണ്ഡപത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ പിട്ടിയായി നിൽക്കാൻ കാരണക്കാരി ആയവളെ ഒരു പുരുഷൻ ഇനിയും മനസ്സിൽ കൊണ്ട് നടന്ന് താലോലിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇഷ്ടം അത് ഉള്ളിൽ നിന്ന് വരുന്നതാ. ഇതുപോലെയൊക്കെ ചെയ്യുന്നവളോട് ആ ഇഷ്ടമൊക്കെ പോവാൻ കാലം അധികമൊന്നും വേണ്ട. കവിത കഴുകാനുള്ള പാത്രങ്ങൾ എടുത്ത് പുറത്തേക്ക് പോയപ്പോൾ ഉണ്ണിമായ സ്തംഭിച്ചങ്ങനെ നിന്നു. ഭരതന് ഉണ്ണിമായയോട് തോന്നിയ സ്നേഹത്തിൻ്റെ ആഴം കവിതക്കും അറിയുന്നതാ. ഇന്ന് ഉണ്ണിമായയെ നേരിൽ കാണുമ്പോൾ പോലും ഭരതൻ്റെ ഉള്ളിൽ നഷ്ടബോധത്തിൻ്റെ ഒരു തരിയും ഇല്ലാതിരിക്കുന്നതിന് കാരണം കവിത എന്നവളുടെ അളവില്ലാ സ്നേഹമാണ്. സന്ധ്യയാകുമ്പോൾ വിഘ്നേഷ് എറണാകുളത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും ഭരതൻ വിട്ടില്ല. അസ്ഥിത്തറയിൽ ചിതാഭസ്മം വെച്ചു തിരി കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് ഉണ്ണിമായെ കൂട്ടി തിരികെ പോകാമെന്ന അഭിപ്രായത്തിൽ എല്ലാവരും ഉറച്ചു നിന്നപ്പോൾ വിഘ്നേഷും അത് സമ്മതിച്ചു. കവിതയും ഉണ്ണിമായും മേഘനയും ചേർന്ന് അടുക്കളയിൽ അത്താഴം തയ്യാറാക്കാനുള്ള വട്ടക്കൂടലിലായിരുന്നു. ചെറിയ എമർജൻസി വെളിച്ചത്തിൻ്റെ വെട്ടത്തിൽ ഭരതനും വിഘ്നേഷും പാടവരമ്പിൽ നിലാവ് നോക്കിയിരുന്നു. അധികം ബഹളം ഒന്നുമില്ലാതെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു സാധു മനുഷ്യൻ. ഭരതൻ വിഘ്നേഷിനെ തന്നെ നോക്കിയിരിപ്പാണ്. അവനാണെങ്കിൽ രാത്രിയുടെ ഭംഗിയും എവിടെയോ പെയ്യുന്ന മഴയുടെ കുളിരിൽ സ്വയം മറന്നങ്ങനെ ഇരിക്കുകയാണ്. വിഘ്നേഷിന് ഈ നാട് ഇഷ്ടായോ? ഭരതൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് അവൻ അരികിലുള്ള കാര്യം പോലും വിഘ്നേഷ് ഓർത്തത്. പട്ടണത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഇതൊക്കെ പുതു കാഴ്ചകളാണ്. ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഭരതൻ ഭാഗ്യവാൻ തന്നെ. വിഘ്നേഷ് ചിരിയോടെ ഭരതനെ നോക്കി. അവൻ്റെ മിഴികളിൽ കണ്ണീരിൻ്റെ തിളക്കം ഉണ്ടായിരുന്നു.
എല്ലാവരും അവരുടെ ജീവിതത്തിൽ പല രീതിയിൽ ഭാഗ്യവാന്മാരാണ്. നമ്മളൊക്കെ കസ്തൂരി തിരഞ്ഞു പോകുന്ന കസ്തൂരിമാനായി പോകുന്നുവെന്ന് മാത്രം. കാലൊന്ന് ചുരുട്ടിവെച്ചു ഭരതൻ മുമ്പോട്ട് നോക്കി പറയുന്നതിൻ്റെ ധ്വനി അറിയാതെ അവൻ നെറ്റി ചുളിച്ചു ചിന്തയിലാണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത് ഉണ്ണിമായയെക്കുറിച്ചാണ്. തൻ്റെ സ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളുടെ ചതിക്കുഴിയിൽ അവൾ വീണുപോയി. അവൻ്റെ പിച്ചാത്തിക്ക് മുമ്പിൽ ജീവൻ പൊലിയേണ്ടിരുന്നവൾ തലനാരിഴക്ക് രക്ഷപ്പെട്ടത് വിഘ്നേഷിന് വേണ്ടിയായിരുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. തുറന്നടിച്ച പോലെയുള്ള ഭരതൻ്റെ വാക്കുകൾ കേട്ട് വിഘ്നേഷ് മുഖം തിരിച്ചു. അവനത് കേൾക്കാൻ താല്പര്യം ഇല്ലെന്ന് ഭരതന് മനസ്സിലായി. ഞാൻ വിഘ്നേഷിനെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. അതിലുപരി ആ പാവം പെൺകുട്ടിയെയും. ഭൂമിക്ക് മുകളിൽ പിറന്ന് ഭൂമിക്ക് താഴെ ഒടുങ്ങേണ്ട നമ്മുടെ ഈ കൊച്ചു ജീവിതത്തിൽ നേട്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായേക്കാം. നഷ്ടങ്ങളെ പാഠമായി എടുത്ത് ഈ ജീവിതത്തെ നേട്ടങ്ങൾക്കൊപ്പം കൂട്ടാം. മനസ്സിൽ ഇപ്പോഴുള്ള ഈ നീറ്റൽ ഇല്ലാതാകുന്ന ദിവസം നിങ്ങൾ ചാർത്തിയ ആ താലി അവളുടെ കഴുത്തിൽ നിന്ന് അഴിക്കുന്നതിന് പകരം അതൊന്നുകൂടെ മുറുകെ കെട്ടണം. ഉണ്ണിമായുടെ ജീവിതത്തിന് നിങ്ങളൊരു തണലാകുമെങ്കിൽ അവൾ എന്നും നിങ്ങളുടെ കൂടെയുണ്ടാകും. ഭരതൻ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിൽക്കാതെ വിഘ്നേഷ് പാടവരമ്പിൽ നിന്ന് എഴുന്നേറ്റ് നടന്നു. വഴിയറിയാതെ മുമ്പിലെ കുഴിയിലൊന്നും പോയി വീഴണ്ട എന്ന് കരുതി ഭരതൻ വേഗം എഴുന്നേറ്റു. എമർജൻസി തൂക്കി വിഘ്നേഷിന് പിറകിലായി തന്നെ നടന്നു നീങ്ങി. തെളിച്ചമില്ലാത്ത മുഖഭാവത്തോടെ വിഘ്നേഷ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഭരതന് വിഘ്നേഷിനോട് ഉണ്ണിമായെക്കുറിച്ച് ഇപ്പോൾ തന്നെ സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി. അയാളുടെ നല്ല മനസ്സ് ഉണ്ണിമായുടെ ഉള്ളിലെ നന്മയെ തിരിച്ചറിയുന്ന ദിവസം ആരുടെയും ഉപദേശം കൂടാതെ തന്നെ അവളുടെ എല്ലാ കുറവുകളും മറന്ന് അവളെ സ്വീകരിക്കുമെന്ന് ഭരതന് ഉറപ്പുണ്ടെങ്കിലും ആ ദിവസത്തെ വേഗത്തിലെത്തിക്കാൻ തനിക്കാവും വീതം ശ്രമിക്കാമെന്നൊരു തോന്നൽ ഭരതൻ്റെ ഉള്ളിൽ എപ്പോഴോ പൊട്ടിമുളച്ചു. മുകളിൽ ഒരു മുറി മാത്രമേ ഉള്ളൂ, ഭരതൻ്റെയും കവിതയുടെയും മുറി. ഗോവണിപ്പടി കയറി ചെല്ലുന്നതേ ആ മുറിയിലേക്കാണ്. കവിത അവരുടെ മുറി തന്നെ വിഘ്നേഷിനും ഉണ്ണിമായ്ക്കും കിടക്കാൻ കൊടുത്തു. പഴയ ബെഡ്ഷീറ്റ് എടുത്ത് മാറ്റി പുതിയത് വിരിച്ചു. മുറിയൊട്ടാകെ സ്പ്രേ അടിച്ചു. മുറിയിലെ കതക് പുറത്തു നിന്ന് അടച്ചു. കവിത അടുക്കളയിലേക്ക് ചെന്നു. നീ അതൊക്കെ അവിടെ വെച്ചേ, എന്നിട്ട് പുറത്ത് കുളിമുറിയിൽ പോയിട്ട് കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വാ. കവിത പാത്രങ്ങൾ കഴുകി വെക്കുന്നവളെ പിടിച്ചു തള്ളിക്കൊണ്ട് പറഞ്ഞു. എടി, ഞങ്ങളുടെ വരവ് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായല്ലേ? കയ്യിലെ വെള്ളം സാരി തലപ്പ് കൊണ്ട് തുടച്ചു. ഉണ്ണിമായ പറയുന്നത് കേട്ട് കവിത അവളെ തറപ്പിച്ചു നോക്കി. ചിതിനെ കൂട്ടുകെടുത്തി ഞാൻ എൻ്റെ വീട്ടിൽ കിടക്കാമെന്ന് വിചാരിച്ചു വന്നതാ. സാർ എന്നെ ഇവിടെ ഇറക്കി വിട്ടുപോകുമെന്ന് കരുതി. നിങ്ങളെല്ലാവരും നിർബന്ധം പിടിച്ചത് കൊണ്ട് മാത്രമാണ് സാർ ഇവിടെ നിന്നത്. ഉണ്ണിമായ വിഷമത്തോടെ പറഞ്ഞു നിർത്തിയതും കവിത അവളുടെ ഇരുത്തോളിലും കരതലം അമർത്തി മുന്നോട്ട് ആഞ്ഞു പിടിച്ചു. ആ സാർ നീ കരുതുന്ന പോലെയല്ല. പറയുമ്പോൾ കവിതയുടെ മിഴികളിൽ തെളിഞ്ഞ തിളക്കം അവളുടെ ചൊടിയിൽ വിരിഞ്ഞ പുഞ്ചിരിയിലും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരും നിർബന്ധിച്ചില്ലെങ്കിലും പുള്ളിക്കാരന് നിൻ്റെ കൂടെ ഇവിടെ താമസിക്കാൻ ആഗ്രഹമുണ്ട്. പുള്ളിയുടെ മനസ്സ് നിനക്കറിയാൻ കഴിയുന്നില്ലെങ്കിലും ഭരതേട്ടന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ണിമായ കണ്ണിമ ചിമ്മാതെ കവിതയുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവർക്കിടയിൽ ഉണ്ടാകുന്ന ശങ്കകൾ പല രീതിയിൽ തൻ്റെ ഉള്ളിലും നിഴലിച്ചിട്ടുണ്ടെങ്കിലും വിഘ്നേഷിൻ്റെ ഭാര്യയായി തുടരാനുള്ള യോഗ്യത തനിക്കില്ലെന്ന ചിന്ത അവളെ പിറകിലേക്ക് വലിച്ചു. ബസ്സിൽ നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചവളെ തടഞ്ഞു. കാറിൽ ഇതുവരെ കൊണ്ടെത്തിച്ചുവെന്ന് മാത്രമല്ല, എല്ലാ തിരക്കും മാറ്റിവെച്ച് ഇവിടെ തങ്ങാനും തയ്യാറായിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? കവിതയും ചെറിയമ്പ്യാരും പറയാതെ പറയുന്ന ഇഷ്ടമാണോ? വിഘ്നേഷിന് പോലും പിടികിട്ടാത്ത തന്നോടുള്ള ഇഷ്ടം. അന്തം വിട്ട് നിൽക്കാതെ കുളിച്ച് ഈ പാല് ഗ്ലാസ് എടുത്ത് മുകളിലെ മുറിയിൽ പോയി കിടക്കാൻ നോക്ക്. കവിത അവളെ തട്ടി വിളിച്ചപ്പോൾ ഒരു വേള അവളുടെ നോട്ടം കവിതയിലും അവളുടെ കയ്യിലിരിക്കുന്ന പാൽ നിറച്ച ഗ്ലാസ്സിലുമായിരുന്നു. ഇതാർക്കാ പാല്? പൊടുന്നനെ നെറ്റി ചുളിച്ചു അവൾ ഗ്ലാസ് വാങ്ങിക്കാതെ കൈകെട്ടി നിന്നു. നിന്റെ ആൾക്ക്.
ഇവിടെ ഭരതേട്ടൻ എന്നും കിടക്കാൻ നേരം ഒരു ഗ്ലാസ് പാല് നിർബന്ധമാണ്. നിന്റെ ആൾക്ക് അതുപോലെ വല്ല ശീലവും ഉണ്ടോ? കവിത പൊട്ടിവരുന്ന ചിരി കടിച്ചു പിടിച്ചു. എനിക്കറിഞ്ഞൂടാ. ഉണ്ണിമായ മുഖം വീർപ്പിച്ചു കവിതയിൽ നിന്ന് മുഖം തിരിച്ചു. എന്നാ അറിയണം. ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ചോദിച്ചറിഞ്ഞു അതുപോലെ വെച്ചുണ്ടാക്കി കൊടുക്കണം. അതാണ് ഉത്തമ ഭാര്യയുടെ കടമ. അവൾക്ക് കേൾക്കാൻ താല്പര്യം ഇല്ല എന്നറിഞ്ഞിട്ടും കവിത അവളെ ചൊടി പിടിപ്പിച്ചു കൊണ്ടേയിരുന്നു. നീ എന്നെ കെട്ടിച്ച് ഉത്തമ ഭാര്യയാക്കാനുള്ള ഉദ്ദേശമാണോ? കൈ രണ്ടും അയച്ചിട്ട് ഉണ്ണിമായ ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നു. എടോ, നിന്റെ കെട്ട് കഴിഞ്ഞു. നീ ഇപ്പോൾ വിഘ്നേഷ് എന്ന മനുഷ്യൻ്റെ ഭാര്യയാ. പിറകിൽ നിന്നും കവിത ഉണ്ണിമായ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ പറയുന്നത് കേട്ടിട്ടും അവൾ തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് തന്നെ നടന്നു. മേലൊന്ന് കഴുകി ഉണ്ണിമായ ഗോവണിപ്പടി കയറി ചെന്നപ്പോൾ മുറി അടച്ചു കിടക്കുകയായിരുന്നു. അവൾ വാതിൽ തുറന്ന് മുറിയിലേക്ക് എത്തി നോക്കുമ്പോൾ വിഘ്നേഷ് അവിടെ ഇല്ലായിരുന്നു. മുറിക്കകത്തെ സുഗന്ധം നാസികയിൽ പ്രവേശിച്ചതും അവൾ ചുറ്റും നോക്കി. കവിത വളരെ ഭംഗിയായി ആ മുറിയിലെ വസ്തുക്കൾ അടുക്കി വെച്ചിരിക്കുന്നു. പിന്നിലെ കാലൊച്ച കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. സാറിന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ കിടന്നോളൂ. നാളത്തെ ചടങ്ങ് കഴിഞ്ഞതും നമുക്ക് ഇറങ്ങാം. തലകുനിച്ച് മുറിയിലേക്ക് കയറി വരുന്നവൻ്റെ മുഖത്ത് കാണുന്ന അസ്വസ്ഥത വീട് മാറിയതിൻ്റേതാകുമെന്ന നിഗമനത്തിൽ അവൾ പറഞ്ഞു. അവൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ അവൻ ഏതോ ലോകത്താണെന്ന് ഉണ്ണിമായ്ക്ക് തോന്നി. ആ മുറിയിൽ നിൽക്കുന്തോറും അവൻ്റെ നിശബ്ദതയിൽ വീർപ്പ് മുട്ടിയ പോലെ തോന്നിയതും ഉണ്ണിമായ മുറി വിട്ടിറങ്ങി. ഉണ്ണിമായ എവിടെ പോകുന്നു? പതിയെ ഓരോ കാലടികൾ വെച്ച് നടന്നു ചെന്നു ആ മുറിയുടെ വാതിൽ തുറക്കാൻ കൈകൾ നീട്ടിയതും പെട്ടെന്നുള്ള അവൻ്റെ ഉച്ചത്തിലുള്ള ചോദ്യം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. സാറിവിടെ സ്വൈര്യമായി കിടന്നോളൂ. ഞാൻ താഴെയുള്ള ഒരു മുറിയിൽ ചുരുണ്ടു കൂടിക്കോളാം. അവൾ പുഞ്ചിരി മുഖത്ത് വരുത്തി പറയുമ്പോൾ അവൻ്റെ മുഖം കോപം കൊണ്ട് വലിഞ്ഞു മുറുകി. അവനിൽ അങ്ങനൊരു ഭാവം മുമ്പ് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ണിമായ ഒന്നാകെ വിറച്ചുപോയി. ഒരുവൾ എന്നെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി. ഇനി നിനക്ക് ഈ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തണോ? നീ മറ്റൊരു മുറിയിൽ പോയി കിടക്കുന്നത് ഇവിടെയുള്ളവർ കണ്ടാൽ? അവൻ്റെ ശൗര്യമേറിയ ചോദ്യം ചെയ്യലിൽ ഭയന്ന് വിറച്ച് നിൽക്കുന്നവളുടെ മിഴികൾ കണ്ടപ്പോൾ വിഘ്നേഷിന് അവളോട് ദയ തോന്നി. അതുകൊണ്ട് തന്നെയാണ് അവസാന വാചകം അവൻ സൗമ്യമായി പറഞ്ഞത്. ഞാനിവിടെ കിടന്നോളാം. ഉണ്ണിമായ പറയുമ്പോൾ അവൾക്ക് തനിയെ താഴെ വിരച്ച് കിടക്കാൻ പായ വല്ലതുമുണ്ടോ എന്ന് മിഴികൾ പായിച്ചു നോക്കി. അതേസമയം വിഘ്നേഷിൻ്റെ നോട്ടവും അതുതന്നെയായിരുന്നു. പായ പോയിട്ട് അധികമായൊരു പുതപ്പ് പോലും ഇല്ലെന്ന് കണ്ടതോടെ ഉണ്ണിമായ നിരാശയോടെ നിന്നു. മുറിയിൽ ആകെയുള്ള മരത്തിൻ്റെ അലമാരയുണ്ട്. അതടുത്ത് ചെന്ന് നോക്കുമ്പോഴാണെങ്കിലോ അത് പൂട്ടിയിട്ടുണ്ട്. സാർ, ഞാനിവിടെ തറയിൽ കിടന്നോളാം. അവൾ നിലത്തേക്ക് ഇരക്കാൻ തുനിഞ്ഞതും വിഘ്നേഷ് അവളുടെ കൈത്തണ്ടയിൽ പിടുത്തമിട്ട്. ഇവിടെ കിടന്നോ. ഇനി വെറും നിലത്ത് കിടന്ന് വല്ല വാദവും പിടിച്ച് കിടപ്പിലായാലേ ഞാൻ തന്നെ ഓടണ്ടേ? അധികാരസ്വരത്തോടെ അവൻ പറയുന്നത് കേട്ട് മനസ്സ് വല്ലാതെ വേദനിച്ചു. അവൾക്ക് കിടക്കാൻ വേണ്ടി വിഘ്നേഷ് ബെഡിൻ്റെ അരികിൽ നിന്ന് മാറിക്കൊടുത്തു. ബെഡിലിരുന്ന് നിരങ്ങി ഉണ്ണിമായ ചുമരിന് ഓരം ചേർന്ന് കിടന്നു. അവന് മുഖം കൊടുക്കാതെ ചുമർ നോക്കി കിടക്കുമ്പോഴും കിടത്തത്തിൻ്റെ പിഴവിൽ തൻ്റെ ഇടുപ്പോ കാലുകളോ വെളിയിൽ കാണുമോ എന്ന ആശങ്കയിൽ അവൾ സാരി തലപ്പ് കൊണ്ട് ഇടുപ്പും മറച്ചു കാലുകൾ സാരിയുടെ ഉള്ളിലേക്ക് വലിച്ചും കിടന്നു. ഞെരിപിരി കൊള്ളുന്നത് കണ്ട് വിഘ്നേഷ് അടുത്ത് മടക്കി വെച്ച പുതപ്പെടുത്ത് അവളുടെ ദേഹം മൂടി. ഞൊടി നേരം കൊണ്ട് സംഭവിച്ചത് ഓർത്തുണ്ടായ പകപ്പിൽ അവൾ കിടന്നപാടെ അവനെ നോക്കുമ്പോഴും വിഘ്നേഷ് അവൾക്ക് നേരെ ഒരു നോട്ടം പോലും കൊടുക്കാതെ ചുമരിലെ സ്വിച്ച് ഓഫ് ചെയ്ത് മുറിയിലെ വെട്ടണച്ചു വന്ന് കിടന്നിരുന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ ആ കൂരിരുട്ടിൽ അവരാ രാത്രി തള്ളി നീക്കി. തൻ്റെ അരികിൽ വിഘ്നേഷ് കിടക്കുന്നുവെന്ന് ഓർക്കും തോറും ഉണ്ണിമായുടെ മനസ്സിൽ പേരറിയാത്തൊരു അസ്വസ്ഥതയും ജാള്യതയും താളം ചവിട്ടി ഇക്കിളി കൂട്ടി. അവൻ്റെ ശ്വാസവും സാമീപ്യവും അറിയും തോറും അവൾ ചുമരിനരികിലേക്ക് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇനി അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ചുമര് തുളക്കേണ്ടി വരും. അവളുടെ പ്രവൃത്തികളും മാനസികാവസ്ഥയും ആ ഇരുട്ടിലും വിഘ്നേഷ് മനസ്സിലാക്കിയിരുന്നു. അതോടെ ജാള്യത നിറഞ്ഞ ഭാവത്തോടെ അവൾ നെറ്റി ചുളിച്ചു. ഇരുട്ടിൻ്റെ മറവിൽ ലജ്ജ മറക്കാൻ മുഖം കൊണ്ട് കുറേ കോപ്രായങ്ങൾ കാട്ടി ഒടുക്കം ഉണ്ണിമായ പുതപ്പ് കൊണ്ട് അവളുടെ മുഖം മൂടിക്കിടന്നു.
ഉറങ്ങാമെന്ന് വിചാരിച്ച് കണ്ണടക്കാൻ ശ്രമിക്കുമ്പോഴും ഭരതൻ പറഞ്ഞ വാക്കുകൾ വിഘ്നേഷിൻ്റെ കാതിൽ ആരോ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ ചെയ്യുന്നതാണോ ഇനി ചെയ്യാൻ പോകുന്നതാണോ ശരി എന്ന ആശങ്കയിൽ അവൻ കൈത്തണ്ട നെറ്റിയിൽ പതിച്ചു വെച്ചു മിഴികൾ അടച്ചു കിടന്നു. നേരം വെളുക്കും വരെ അവൻ ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. അടുത്ത് കിടക്കുന്നവളുടെ അവസ്ഥയും തിരിച്ചായിരുന്നില്ലെങ്കിലും ഇരുവരും മൗനമായി തന്നെ കിടന്നു. തുടരും. അങ്ങനെ വിഘ്നേഷിൻ്റെ മനസ്സിനൊരു ആട്ടമൊക്കെ ഉണ്ടല്ലേ. അസ്വസ്ഥതപ്പെടട്ടെ, എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സിൽ ഉണ്ണിമായ്ക്കൊരു സ്ഥാനം കിട്ടിയാൽ മാത്രം മതി. പിന്നെ നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു ജീവിതം ഉണ്ണിമായ്ക്കുണ്ടാവും കേട്ടോ. അടുത്ത ഭാഗവുമായി ഉടനെ വരാം. താങ്ക് യു. ടാറ്റാ.